ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന അമേരിക്കയുടെ ഫ്ലാഗ് നമ്മുടെ നാവികരെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ അവരുടെ ഫ്ലാഗ് ഞങ്ങൾ അഴിച്ചു വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ആ രംഗത്തിനാണ് നമ്മൾ കാഴ്ചയാവുന്നത്. കാക്കനാട് നിന്നുള്ള വളരെ അതിശോക്തിയേറുന്ന കാഴ്ചയാണ്. കാരണം ഇന്ത്യൻ നാവികർ 3 പേര് ആക്രമിക്കപ്പെട്ടു, അവർ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിലെ ഈ അനീതിക്കെതിരെ നമ്മുടെ തൃക്കാക്കരയിൽ നിന്നുള്ള ശബ്ദം ഉയരുകയാണ്. ലോകകപ്പ് ഫുട്ബോളിന് കൊടിയേറിയിരിക്കുകയാണ്. ആരാധകർ എല്ലാവരും തന്നെ ഇനി ലോകകപ്പ് ഫുട്ബോളിന്റെ പിന്നാലെ ആയിരിക്കും. നമുക്കറിയാം, നമ്മുടെ നാട്ടിലും മുക്കിലും മൂലയിലും ഒക്കെ എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗുകളും ബിഗ് സ്ക്രീനും ഒക്കെ ഒരുക്കി ആരാധകർ ഈ മഴയത്തും കാത്തിരിക്കുകയാണ് കളി കാണാനായിട്ട്. എന്നാൽ ഇതിലേക്ക് ഒരു ദുരന്ത വാർത്ത കൂടി ഈ കഴിഞ്ഞ ദിവസം എത്തി. അങ്ങ് ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യയുടെ നാവികർക്ക് നേരെ, അതായത് ഇന്ത്യൻ കപ്പലിന് നേരെ അമേരിക്കയുടെ ആക്രമണമുണ്ടായി. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 3 ഇന്ത്യക്കാരാണ്. ഇത് നമ്മുടെ കേന്ദ്ര മന്ത്രിയായിട്ടുള്ള സർബാനന്ദ സോനോവാൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. US ഇതിന് പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചു നടത്തിയതാണ് ഈ യാത്ര എന്നുള്ളതാണ്. നമുക്കറിയാം, ഹോർമൂസ് കടലിടുക്ക് ഇറാനും ഇസ്രായേലും US തമ്മിലുള്ള യുദ്ധത്തെ തുടർന്ന് ബന്ധങ്ങളെല്ലാം തന്നെ വഷളായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള സ്ഥിരീകരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇറാനിൽ നിന്നുള്ള എണ്ണയാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. അതായത് ഇന്ത്യയുടെ കപ്പൽ വന്നുകൊണ്ടിരുന്ന കപ്പലിൽ ഉണ്ടായിരുന്നത് ഇറാനിൽ നിന്നുള്ള എണ്ണയായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടുള്ള പക തീർക്കലാണ് എന്നുമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ 3 നാവികരെ നിഷ്കരുണം ഇല്ലാതെയാക്കിയ US നേരെയുള്ള പ്രതിഷേധം ഇങ്ങ് കൊച്ചിയിൽ കാക്കനാട് നടത്തുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ ആരാധകരുടെ അല്ലെങ്കിൽ ആ ഒരു ക്ലബ് അംഗങ്ങളുടെ ഇടയിൽ നിന്ന് US പതാക തന്നെ മാറ്റിവെച്ചുകൊണ്ടാണ് സമീക്ഷ ക്ലബ് അംഗങ്ങൾ ഈ ഒരു വേറിട്ട പ്രതിഷേധം നടത്തുന്നത്. ഇത് സംബന്ധിച്ച് വളരെ വിശദമായ റിപ്പോർട്ട് നമുക്ക് അബ്ദുൽ ഖാദർ കാക്കനാട് നിന്ന് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. നമസ്കാരം. കേരളം മുഴുവൻ ഇപ്പോൾ ലോകകപ്പിന്റെ ആരവത്തിലാണ്. ഇപ്പോൾ നമ്മുടെ പതിവ് പോലെ കാക്കനാട് NGO ക്വാർട്ടേഴ്സും ലോകകപ്പ് ആരവത്തിലേക്ക് മുഴുകുകയാണ്. കാരണം സ്ക്രീനിങ് തുടങ്ങുന്നത് പ്രമാണിച്ച് കാക്കനാട് NGO ക്വാർട്ടേഴ്സിലും ബിഗ് സ്ക്രീനും അതുപോലെ തന്നെ കാക്കനാട് NGO ക്വാർട്ടേഴ്സ് ജംഗ്ഷനിൽ ആ റൗണ്ടിൽ, പ്രശസ്തമായ ആ റൗണ്ടിൽ 48 രാജ്യങ്ങളുടെ കൊടികളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കാരണം ഫുട്ബോൾ ആവേശത്തിന് എക്കാലവും കാക്കനാട് വലിയ സ്വീകാര്യത നൽകിയിട്ടുണ്ട്. കാരണം അതിന്റെ ആവേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെ കൊടികളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ സമീക്ഷ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇപ്രാവശ്യം 102 കളികളുണ്ട്. 102 കളിയും NGO ക്വാർട്ടേഴ്സിൽ ബിഗ് സ്ക്രീനിൽ ഉണ്ടാവും. കഴിഞ്ഞ വട്ടം വലിയ തരംഗമായതായിരുന്നു. നമുക്ക് സമീക്ഷ ക്ലബിലെ സാരഥികളോട് നമുക്കൊന്ന് സംവദിക്കാം. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകം ആകാംക്ഷയോടുകൂടി വളരെ ആഹ്ലാദത്തോടു കൂടി കാണുന്ന ഒരു മാമാങ്കം, ഫുട്ബോൾ മാമാങ്കമാണ്. അതിന്റെ ഭാഗമായിട്ട് 48 രാജ്യങ്ങളാണ് നമ്മുടെ ഫുട്ബോൾ മാമാങ്കത്തിൽ പങ്കെടുക്കുന്നത്. ഈ 48 രാജ്യങ്ങളുടെയും ഫ്ലാഗ് ഞങ്ങൾ ഈ റൗണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു പ്രതിഷേധ സൂചകങ്ങളുമായിട്ടുള്ള ഒരു ഒത്തുകൂടലാണ്. ഈ കഴിഞ്ഞ ദിവസം ഒമാൻ തുറമുഖത്ത് അമേരിക്കൻ സേനാംഗങ്ങൾ നമ്മുടെ കപ്പൽ ആക്രമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 28 സൈനികരുള്ളതിൽ 25 പേരും ഇന്ത്യൻ നാവികരാണ് ഉണ്ടായിരുന്നത്. ഈ 25 നാവികരിൽ, ഇന്ത്യൻ നാവികരിൽ 21 പേരെ നമ്മൾ രക്ഷപ്പെടുത്തുകയുണ്ടായി. പക്ഷേ ഈ ബാക്കി 3 പേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാതായി. ഇന്ന് നമ്മുടെ വിദേശ മന്ത്രാലയം അതുപോലെ വിദേശകാര്യ മന്ത്രിയും നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ 3 നാവികരും കൊല്ലപ്പെട്ടതായിട്ട്. അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ നാവികർക്ക് ആദര സൂചകമായിട്ട് നമുക്ക് പ്രതിഷേധിക്കാവുന്നത് ഈ 48 രാജ്യങ്ങളുടെ ഫ്ലാഗിൽ നിന്ന് അമേരിക്കയുടെ ഫ്ലാഗ് ഞങ്ങൾ അഴിച്ചു വെക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. അതായത് അമേരിക്കയുടെ ഫ്ലാഗ് നിങ്ങൾ ഒഴിവാക്കിയാണ്. ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന അമേരിക്കയുടെ ഫ്ലാഗ് നമ്മുടെ നാവികരെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ അവരുടെ ഫ്ലാഗ് ഞങ്ങൾ അഴിച്ചു വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഓക്കെ. ആ രംഗത്തിനാണ് നമ്മൾ കാഴ്ചയാവുന്നത്. കാക്കനാട് നിന്നുള്ള വളരെ അതിശോക്തിയേറുന്ന കാഴ്ചയാണ്. കാരണം ഇന്ത്യൻ നാവികർ 3 പേര് ആക്രമിക്കപ്പെട്ടു, അവർ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിലെ ഈ അനീതിക്കെതിരെ നമ്മുടെ തൃക്കാക്കരയിൽ നിന്നുള്ള ശബ്ദം ഉയരുകയാണ്. അപ്പോൾ ഇവർ ഈ കൊടികൾ അഴിച്ചുകൊണ്ട്, അതായത് 48 രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയുടെ കൊടി മാത്രം അഴിച്ചുകൊണ്ട് ഞങ്ങൾ സമീക്ഷയുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സമീക്ഷ ഒരുക്കുന്ന ഈ വരുന്ന ബിഗ് സ്ക്രീനിലേക്ക് കാണുവാൻ വേണ്ടി ഈ നാട്ടിലെ തൃക്കാക്കരയിലെ എല്ലാ കായിക പ്രേമികളെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഓക്കെ.